ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, നാണു കുട്ടിയായിരുന്ന കാലത്ത് ചില വിചിത്രമായ കുസൃത്തരങ്ങൾ കാട്ടിയിരുന്നു. ക്ഷേത്രത്തിൽ നിവേദ്യത്തിന് സമർപ്പിക്കാൻ വെച്ചിരുന്ന അവല്, മരട്, പഴം എന്നിവ എടുത്ത് ഭക്ഷിക്കുകയും മാതാപിതാക്കൾ അത് ചോദ്യം ചെയ്താൽ ചിരിച്ചുകൊണ്ട് ഞാൻ തിന്നാൽ ദേവി സന്തോഷിക്കുകയേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യും. മാതാവിനോടൊപ്പം ക്ഷേത്രത്തിൽ പോയി വരുന്ന വഴിയിൽ കാണുന്ന താഴ്ന്ന ജാതിക്കാരായ കുട്ടികളെ പോയി തൊടുകയും പിന്നീട് അമ്മയെ വന്ന് തൊടുകയും ചെയ്യും. വിചാരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി പോയി കുളിക്കാം എന്ന് ചിരിച്ചുകൊണ്ട് പറയും. നാണുവിൻ്റെ 5ാം പിറന്നാളും ഓണവും അടുത്തിരിക്കെ ഒരു ദിവസം വയൽവാരത്തെ കൃഷിക്കാരനായ പുലയനും അയാളുടെ ചെറിയ മകനും എന്തോ കാഴ്ചദ്രവ്യവുമായി വയൽവാരം വീടിൻ്റെ പടിപ്പുരയ്ക്കൽ വന്നു നിന്നു. ആ സമയം നാണു മുറ്റത്ത് പന്ത് കളിക്കുകയായിരുന്നു. പുലയൻ്റെ കുട്ടി നാണുവിൻ്റെ സമപ്രായക്കാരനും പരിചയക്കാരനുമായിരുന്നു. എതിർച്ചയാ നാണു തട്ടിയ പന്ത് മുറ്റത്തിനപ്പുറമുള്ള കയ്യാലക്കെട്ടിനും അപ്പുറം ചെന്ന് വീണു. നാണു ആ പന്തെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട പുലയക്കുട്ടി അതെടുത്ത് നാണുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് കണ്ട് അവിടെ നിന്നിരുന്ന കുട്ടിയപ്പി എന്നു പേരുള്ള നാണുവിൻ്റെ ഒരകന്ന ബന്ധുവായ നാണുവേക്കാൾ അല്പം പ്രായം കൂടുതലുള്ള ഒരു കുട്ടി ഉടനെ നാണുവിൻ്റെ അമ്മയെ വിളിച്ച്, കുട്ടിയമ്മായി, ഇതാ നാണു ആ പുലയച്ചെറുക്കനെ തൊട്ടിട്ട് കുളിക്കാതെ പുരയിൽ കയറുകയും ചെയ്തു. ഇപ്പോൾ അവൻ എല്ലാം തൊട്ടശുദ്ധമാക്കും. അവനിട്ട് നല്ല അടി കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട കുട്ടിയമ്മ കോപത്തോടെ ഇറങ്ങി വന്ന് നാണുവിൻ്റെ ചെവിയിൽ പിടിച്ച് തിരുമ്മിക്കൊണ്ട്, എടാ, നീ ഇവനെ തൊട്ടാൽ കുളിക്കാതെ പുരയിൽ കയറരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അമ്മ ചെവിയിൽ പിടിച്ച് തിരുമുമ്പോൾ അല്പം വേദനിക്കുന്നുണ്ട്. എങ്കിലും നാണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ എന്നെ തൊട്ട അമ്മയ്ക്കും അശുദ്ധിയായി. ഇനി ഒന്നിച്ചു പോയി കുളിക്കാമല്ലോ. നമുക്ക് ഒരുമിച്ച് കുളിക്കാം. മറ്റൊരിക്കൽ നാണു പാടത്തിൻ്റെ സമീപത്തുള്ള കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പണിക്കാരനായ പുലയൻ പാടത്ത് കന്നുകൂട്ടുകയുമായിരുന്നു. അപ്പോൾ നാണു അയാളെ വിളിച്ച് തൻ്റെ പുറം തേച്ചു തരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ, ഞാൻ കൊച്ചു തമ്പ്രാനെ തൊടാൻ പാടില്ല. ഞാൻ തമ്പ്രാൻ്റെ പുറം തേക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എനിക്ക് കുതിര തല്ലു കിട്ടും. ഇത് കേട്ട നാണു ചോദിച്ചു, അതെന്തിനാണ് എൻ്റെ പുറം തേക്കുന്നതിന് നിന്നെ തല്ലുന്നത്? അയാൾ പറഞ്ഞു, ഞങ്ങൾ അയിത്തജാതിക്കാരാണ്. നിങ്ങളെപ്പോലെ ഉള്ളവരെ തൊടാൻ പാടില്ല. തൊട്ടാൽ 2 പേർക്കും പാപമുണ്ടാകും. നീ എന്നെ തൊട്ടാൽ 2 പേർക്കും പാപമുണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നാണു ചോദിച്ചപ്പോൾ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങളൊന്നും അറിയാത്ത പാവങ്ങളല്ലേ എന്നാണ് ആ പുലയൻ പറഞ്ഞത്. ഇത് കേട്ട് മിണ്ടാതെ കുളിയും കഴിഞ്ഞ് മനുഷ്യനെ മനുഷ്യൻ തൊട്ടാൽ പാപമുണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന ചിന്തയിൽ മുഴുകി നാണു ഒരു വൃക്ഷച്ചുവട്ടിൽ ചെന്നിരുന്നു. ആ സമയത്ത് നാണുവിൻ്റെ മൂത്ത അമ്മാവനായ രാമൻ വൈദ്യൻ ആ വഴി വരുന്നുണ്ടായിരുന്നു. നാണുവിനെ കണ്ട്, നീ എന്താടാ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നാണു നടന്ന സംഭവമെല്ലാം പറഞ്ഞു. നമ്മൾ പുലയരെ തൊട്ടാൽ 2 പേർക്കും പാപമുണ്ടാകും എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. രാമൻ വൈദ്യൻ പറഞ്ഞു, നമ്മൾ പുലയരെയും അവർ നമ്മളെയും തൊടാൻ പാടില്ല. തൊട്ടാൽ 2 കൂട്ടർക്കും പാപമുണ്ടാകും. ഇത് കേട്ട നാണു ഉടൻ അമ്മാവനോട് ചോദിച്ചു, അവൻ തൊട്ട ആ കന്നുകാലികൾക്കും പാപമുണ്ടാകുമോ? മൃഗങ്ങൾക്ക് തീണ്ടലും തൊടിയിലുമില്ല.
അവയെ തൊട്ടാൽ അവയ്ക്കും തൊടുന്നയാൾക്കും പാപം ഉണ്ടാവുകയില്ല. അമ്മാവൻ പറഞ്ഞു. നാണു പിന്നീട് അമ്മാവനോട് ഒന്നും ചോദിച്ചില്ല. പക്ഷേ നാണുവിൻ്റെ ഉള്ളിൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉത്തരം കിട്ടാതെ തുടർന്നുകൊണ്ടേയിരുന്നു. മനുഷ്യൻ മനുഷ്യനെ തൊട്ടാൽ പാപമുണ്ടാകുന്നു. മൃഗങ്ങളെ തൊട്ടാൽ പാപമില്ല. മൃഗങ്ങൾക്കില്ലാത്ത അശുദ്ധിയും പാപവും മനുഷ്യന് മാത്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ അയിത്തക്കാരും നീചജാതിക്കാരുമായി കരുതപ്പെടുന്നു? ഇങ്ങനെയുള്ള ചിന്തകൾ ആ ബാലമനസ്സിനെ സദാ മഥിച്ചുകൊണ്ടേയിരുന്നു. നമസ്കാരം.